Good morning. Good morning, ma'am. Good morning, ma'am. Good morning. തേർഡ് മൊഡ്യൂൾ ആയപ്പോഴേ പിള്ളേരൊക്കെ കുറവാണല്ലോ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാല്ലേ നമുക്ക്. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇല്ല. ഓക്കെ, മഴയാണ്. മഴയില്ല. ഓക്കെ, ഇവിടെ നല്ല മഴയാ. രാവിലെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലേ? വെയിലായോ? ഓക്കെ, തണുപ്പാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? അപ്പോ നമ്മള് ഓഡിറ്റ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഓഡിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ ഹോസ്പിറ്റൽസിന് ജസ്റ്റ് ഒരു എന്താണ് ഇത്ര സ്റ്റാൻഡേർഡ്സിനുള്ളിൽ അവർ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലുകൾക്ക് നമ്മള് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിലാണെങ്കിൽ ഓഡിറ്റ് എങ്ങനെയാണ് നടത്തുന്നത്? പല ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലും ഒരു സ്റ്റാൻഡേർഡ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ ഹോസ്പിറ്റൽസ് എത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, ഡെഫിനിഷൻ നോക്കാം. എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പ്ലാനിങ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ് with regard to efficiency, effectiveness and quality within given resources. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ് ഒന്ന് പറയാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടി വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. അതായത് നമുക്കറിയാം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അല്ലേ? വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹോസ്പിറ്റലിൽ ആരൊക്കെയുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ. ഇവരെല്ലാവരും കൂടി എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള മെഡിസിനൽ ട്രീറ്റ്മെന്റുകളാണ് അവർ നൽകുന്നത് അല്ലെ, ഇല്ലേ? അല്ലെ, ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ രോഗം എന്താണ് ഭേദമാക്കാനായിട്ടുള്ള ചികിത്സകളാണ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ടോട്ടൽ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയാം, ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ നഴ്സുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവയൊക്കെ എന്താണ് രോഗികൾക്ക് നല്ല സർവീസ്, ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ കണ്ടീഷൻ മോശമാകുന്ന രീതിയിലല്ല, കണ്ടീഷൻ ബെറ്റർ ആക്കുന്ന രീതിയിലാണ് മെഡിസിനൽ ട്രീറ്റ്മെന്റുകൾ അവിടെ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടൽ ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. It is the
assessment of the data, document and resources to inspect in performance of systems of meets specified standards. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ മീനിങ് ഒന്ന് വായിക്കാം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി, അതിനെ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നുണ്ട്. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്ന രീതി, അതായത് ഡാറ്റ, രേഖകള്, ഉറവിടങ്ങള് എന്നിവയുടെ വിലയിരുത്തൽ കൂടിയാണ് എന്ത് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കൊരു എന്താ ഹോസ്പിറ്റലിനെ ഇപ്പോ അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഡാറ്റയുടെ സഹായത്തോട് കൂടിയിട്ട് അല്ലെ. പല ഡാറ്റകൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ എന്താണ്, രേഖകളുടെ സഹായത്തോടു കൂടി, പല റിസോഴ്സസുകളുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്തുന്നുണ്ട്. റിസോഴ്സസുകൾ അല്ലെങ്കിൽ രേഖകള്, ഡോക്യുമെന്റ്സ്, ഡാറ്റ ഒക്കെ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു പേഷ്യന്റ് രജിസ്റ്റർ, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഓഡിറ്റ് എങ്ങനെ ചെയ്യുന്നത്? പേഷ്യന്റ് രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകളും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കാം. പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അങ്ങനെയുള്ള ഡാറ്റകളുടെയും ഡോക്യുമെന്റ്സിന്റെയും റിസോഴ്സസുകളുടെയും സഹായത്തോടു കൂടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ക്ലിയർ ആയോ ഡെഫിനിഷൻ? ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ. അവര് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്ന രോഗികൾക്ക് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ നല്ല ക്വാളിറ്റിയുള്ള മെഡിസിനൽ ട്രീറ്റ്മെന്റുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ഡാറ്റയുടെ സഹായത്തോടു കൂടിയിട്ട്, പല രേഖകളുടെ സഹായത്തോടു കൂടി, അതുപോലെ തന്നെ പല ഉറവിടങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഹോസ്പിറ്റലുകളിൽ എന്താണ് ഓഡിറ്റ് നടത്തുന്നു. ഇനി അതുപോലെ തന്നെ പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കും. ഡെഫിനേഷൻ ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ. ഇങ്ങനെ വായിക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അപ്പൊ അതാണ് മിസ് ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. Audit in healthcare is a process used by health professionals to estimate, evaluate, and refine care of patients in a systematic way. എന്താണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെ, ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്
ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും പരിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയും നമ്മൾ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെയും പറയാം, in the health care is a process used by health professionals to estimate, evaluate, refine care of patients in systematic way. ഇതാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനായിട്ടും വിലയിരുത്തുന്നതിനുമായിട്ടും പരിഷ്കരിക്കുന്നതിനുമായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. Audit calculates current practice against the defined standards. It belongs to clinical governance, which aim at safeguarding a high quality of clinical care for patients. എന്താണ് ഈ ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര സ്റ്റാൻഡേർഡ്സ് ഓരോ ഹോസ്പിറ്റലിലും വെച്ചിട്ടുണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടോ, എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ട് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ടുള്ള ഒരു രീതി, അതിന്റെ എയിം, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഓഡിറ്റ് ഓരോ ഹോസ്പിറ്റലിൽ നടത്തുന്നത്. ഓക്കെ, ഇനി നോക്കാം വൈ ഓഡിറ്റ്. ആ എയിം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. സേഫ്ഗാർഡിംഗ് ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. അതുപോലെ തന്നെ ഡെഫിനേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് സെന്റൻസ്. ഇനി വൈ ഓഡിറ്റ് നോക്കാം. ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഓക്കെ, ഓഡിറ്റ് നടത്തുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ആ ചെറിയ ചെറിയ പോയിന്റ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. എന്താണ്? ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട്. പിന്നെന്താ? ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? പദവി അല്ലെ, പദവി അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ഓർഗനൈസറിന്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെയും സമൂഹത്തിൽ ഒരു പദവി നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. എന്താണ്? ഇപ്പോഴുള്ളതും അല്ലെ, ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും ഉള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ നഷ്ടത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ കണക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ന സ്റ്റാൻഡേർഡിൽ എത്തുന്നുണ്ടോ എന്ന് കൂടി വിലയിരുത്തുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ എപ്പോഴെന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഭാവിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. റിഫൈൻ ക്വാളിറ്റി. ക്വാളിറ്റി നമ്മൾ എന്താണ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഓരോ ഹോസ്പിറ്റലും കൊടുക്കുന്ന ക്വാളിറ്റി കെയർ നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട് അതൊക്കെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട് കേട്ടോ. നോക്കാം. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് അല്ലെ. ഇനി എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ രോഗികൾക്ക് ഇംപ്രൂവ്മെന്റ് ആവശ്യമായി വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാലും അതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻസ്പയർസ് ടീം വർക്ക്. അതുപോലെ തന്നെ എന്താണ് ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും കൂടി ചേർന്നുകൊണ്ട് ഒരു ടീം വർക്ക് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ഓഡിറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവ് പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള പോയിന്റ്സിൽ എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എവിടേക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് ഇനിയും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്ന് നമുക്ക് ഈ പേഷ്യന്റ് കെയറിലൂടെ അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പലവർക്ക് സർവേ നടത്തി അങ്ങനെയുള്ള അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്ന് ഓഡിറ്റിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സുകൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്തുന്നതിലൂടെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ പ്രോഫിറ്റ് കിട്ടോ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Become necessary for meeting litigations under CPA. CPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ പ്രോഗ്രാം അപ്രോച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റ് കംപ്ലൈന്റ്സ് ആയിട്ട് വരുമ്പോ അല്ലെ, പേഷ്യന്റ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ CPA-യിലാണ് നമ്മൾ ഒത്തുതീർപ്പാക്കുന്നത്. അപ്പൊ ഓഡിറ്റ് നടത്തുന്നത് പോലെ എന്താണ് കംപ്ലൈന്റ്സ് നമുക്ക് ഒത്തുതീർപ്പാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. CPA എന്ന് പറഞ്ഞാൽ കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ CPA-യിൽ വെച്ചിട്ട് നമുക്ക് ഒത്തുതീർപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബൈ ഓഡിറ്റിൽ വരുന്നത്. വായിച്ചു നോക്കിയേ. അതുപോലെ തന്നെ ഓഡിറ്റിലെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് is an independent evaluation provide guarantee to the organization that the financial and the operational controls are adequate. This procedure comprises organization policies and procedures proportional to reduce required complaints demands. ഇവിടെ പറയുന്നത് ഇതാണ്, ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് അല്ലെ, ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായ ഒരു വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഏത് തരം പ്രവർത്തനങ്ങളെയും, എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, എക്കണോമിക് ഫങ്ഷൻ ആയാലും ഡേ ടു ഡേ പ്രവർത്തനങ്ങളായാലും ഫിനാൻഷ്യൽ ഫങ്ഷൻ ആയാലും, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരം പ്രവർത്തനങ്ങളെയും, എക്കണോമിക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, എല്ലാ തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, organization policies and procedure proportional to the required complaints demand. ഈ ഓർഗനൈസേഷൻ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ
അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാണ്, കുറിച്ച് വെച്ചാൽ മതി. ഹോസ്പിറ്റലില് ഉള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെയായിരിക്കും ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇന്റേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെയാണ്, അതിന് പ്രത്യേകമായിട്ട് നിയമിച്ച സ്റ്റാഫുകൾ തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്രമായ വിലയിരുത്തലാണ്, ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തരം പ്രവർത്തനങ്ങളും അല്ലെ, ഹോസ്പിറ്റലിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഏത് തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പോളിസീസിന്റെ പ്രൊസീജിയേഴ്സും പ്രപ്പോർഷണൽ അനുപാതത്തിലാണോ എന്നും എങ്ങനെയാണ് ഈ ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, external audit are used to evaluate a certain aspect of characteristics of a healthcare providing organizations against specified standards. Accordingly, the implementation of an external audit needs an external standards and the cooperation from beyond the hospital, and this distinguished them from the internal audits. എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയകള് പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകള് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മള് ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സ്വഭാവ സവിശേഷതകളാണ്. അതുപോലെ തന്നെ എന്താണ് ഈ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനദണ്ഡങ്ങളാണ് അല്ലെ. ഓക്കെ, അപ്പൊ ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഹോസ്പിറ്റലിന്റെ, അതാണ് ആരോഗ്യ സംരക്ഷണ കേന്ദ്രം, ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പല ഹോസ്പിറ്റലുകൾക്കും പല ക്രൈറ്റീരിയാസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നത്. പല ഹോസ്പിറ്റലുകൾക്കും പല ക്രൈറ്റീരിയാസ് ആണ്. ഓക്കെ, പല ക്രൈറ്റീരിയാസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റ് മനസ്സിലായോ? അങ്ങനെ പറയാം, പല ഹോസ്പിറ്റൽസും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും? നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള സ്റ്റാഫുകളായിരിക്കും. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? പുറത്തുള്ള സ്റ്റാഫ് കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് ജസ്റ്റ് അവിടെ എഴുതി വെക്കാം കേട്ടോ. ഔട്ട്സൈഡ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സ്റ്റാഫുകളാണ് ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്.
അയച്ചു കഴിഞ്ഞോ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് നമ്മളിങ്ങനെ എക്സ്റ്റേണൽ ഇന്റേണൽ ഓർഗനൈസേഷണൽ മെഡിക്കൽ ക്ലിനിക്കൽ ഇതൊക്കെ പഠിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഓരോ ഓഡിറ്റിന്റെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് മെഡിക്കൽ ഓഡിറ്റ്, എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്, എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ ഓഡിറ്റ്. നോക്കാം. Medical audit is defined as the assessment of medical care in retrospect through scrutiny of medical reports. Okay. അപ്പൊ എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? The assessment of medical care in retrospect through scrutiny of medical reports. എന്താണ് മെഡിക്കൽ റെക്കോർഡ്? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലുള്ള എന്താണ് ഈ വൈദ്യപരിചരണം നിലനിർത്തുന്നതിനെയാണ് നമ്മള് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ മെഡിക്കൽ റെക്കോർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, പേഷ്യന്റ് രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഓഡിറ്റ് നടത്താറ് ഇല്ലേ? നമ്മൾ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് കുറിച്ച് വെക്കണം കേട്ടോ അത്. ഓക്കെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച ശേഷം മുൻകാലയളവില് വൈദ്യ പരിചരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവിടെ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം മിസ്. അപ്പൊ നമ്മൾ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ അതെല്ലാം ഈ 1000 എണ്ണം പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലയളവില് എങ്ങനെയാണ് പേഷ്യൻസിനെ പരിചരിക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ആ ബേസിലാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ. എന്താണ് ഒരു 1000 മെഡിക്കൽ റെക്കോർഡ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ 1000 മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലയളവിൽ എങ്ങനെയാണ് വൈദ്യപരിചരണം നടത്തിയിരുന്നത് എന്നുള്ള ഇവാലുവേഷനെയാണ് നമ്മള് മെഡിക്കൽ ഓഡിറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് എ പ്ലാൻഡ് അനാലിസിസ് പ്രോഗ്രാം which clearly monitors and evaluates. എന്താണ് നീനു? എന്തെങ്കിലും ഡൗട്ട് ആണോ? ഓക്കെ, ഒന്നുകൂടിയും പറയാം. അപ്പോ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷമാണ് മുൻകാലയളവില് വൈദ്യപരിചരണം നിലനിർത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റിലും മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ്സ് 1000 എണ്ണവും പരിശോധിച്ച ശേഷം ഡോക്ടേഴ്സ് മുൻകാലയളവില് എങ്ങനെയാണ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് എന്നുള്ള ഇവാലുവേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, മുൻകാലയളവിൽ ഡോക്ടർമാർ എങ്ങനെയാണ് വൈദ്യപരിചരണം നടത്തിയിരുന്നത് എന്നുള്ള ഇവാലുവേഷൻ ആണ് ഈ മെഡിക്കൽ ഓഡിറ്റില് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇറ്റ് ഈസ് എ പ്ലാൻഡ് അനാലിസിസ് program which clearly monitors and evaluates the clinical performance of all practitioners, are recorded by qualified professionals, staffs to identify, examine or verify the performance using accepted criteria. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് നമ്മള് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടായിരിക്കാം എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് നിരീക്ഷിക്കാനായിട്ടും വിലയിരുത്താനായിട്ടുമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രോഗ്രാം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിച്ച സ്റ്റാഫുകളുണ്ട്.
അവരാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം അല്ലെങ്കിൽ ക്ലിനിക്കൽ പെർഫോമൻസ് വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ടും നിരീക്ഷിക്കാനായിട്ടും ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ നടത്തുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? വായിച്ചു നോക്കിയേ, മെഡിക്കൽ ഓഡിറ്റ് എന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും മനസ്സിലാവാത്തത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ മെഡിക്കൽ ഓഡിറ്റ്? നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നോക്കാം, ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവര് നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നു. ഓക്കെ, അവര് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നുണ്ടോ, അവരുടെ ആ പെർഫോമൻസ് നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ? ക്ലിനിക്കൽ ഓഡിറ്റ് a quality improvement process that tries to enhance the patient care. എന്താണ് പേഷ്യൻസ് കെയറിന് നല്ല രീതിയിൽ അവർക്ക് ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെ. എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും മേഖലകളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്തിയിട്ടാണ് ഇംപ്രൂവ്മെന്റ് എവിടെയെങ്കിലും നമുക്ക് പാകപ്പിഴകളോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. And effective through systematic analysis of care of the health care team against a clear-cut area and the implementation of change. എന്താ പറയുന്നത്, ഇങ്ങനെ സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷനിലെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാകണം
എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി കൂടെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ക്ലിനിക്കൽ പ്രകടനം ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. Organizational audit means the investigation of a practice like appointment systems, policies, practice standards, which are considered is primarily administrative functions. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസുകള്, പ്രൊസീജിയേഴ്സുകള്, അതുപോലെ തന്നെ പ്രാക്ടീസുകള്, സ്റ്റാൻഡേർഡ്സുകള്, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകള് എന്നിവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, സ്റ്റാൻഡേർഡ്സ്, ഇതിനെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചത് മെഡിക്കൽ ഓഡിറ്റ് പഠിച്ചു, ക്ലിനിക്കൽ ഓഡിറ്റ് പഠിച്ചു, ഓർഗനൈസേഷണൽ ഓഡിറ്റ് പഠിച്ചു. ചോദിക്കാം. ഇനി മെത്തേഡ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് വായിച്ചു നോക്കിയേ. വായിച്ചോ? ഓക്കെ, നമുക്ക് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ നമ്മള് ക്ലാസ്സിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഇനി ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കുന്നത് എന്താണ്? ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും വിഷയത്തേക്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോ ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്മാര് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം, എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ എടുത്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യുന്നതിലൂടെ ഓഡിറ്റ് നടത്താറുണ്ട്. ആ രീതിയിൽ കൂടി നമ്മൾ നോക്കാറുണ്ട്. പിന്നെ എന്താണ്?
ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് നടത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. ഇപ്പോ ചിലപ്പോ എന്തെങ്കിലും രേഖകളാവാം, നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റ് രജിസ്റ്റർ, അങ്ങനെയുള്ള രേഖകള്, ഡോക്യുമെന്റ്സ് ആവാം. അപ്പൊ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെന്താ, ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ഈ ക്വസ്റ്റിനെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവേ പോലെ തന്നെയാണ്. ഈ പേഷ്യൻസിനോടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ ആൻസേഴ്സ് അതിൽ നിന്ന് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട്. ഇന്റർവ്യൂസ് അല്ലെ, ധാരാളം ആളുകളുമായിട്ട് ഇന്റർവ്യൂ നടത്തി അവർ പറയുന്ന കാര്യങ്ങൾ അവരോട് കുറച്ച് സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് ക്ലിനിക്കൽ കേസസ് റിവ്യൂ. അതായത് ഇപ്പൊ രോഗി പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ തന്നെ പേഷ്യന്റിൽ നിന്നും ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട മേഖലകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളുണ്ടോ, ഇതൊക്കെ നമുക്ക് ഈ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൽ നിന്നും ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെത്തേഡ്സിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മെത്തേഡ്സ് പഠിച്ചു വെക്കുക. ഡയറക്റ്റ് ഒബ്സർവേഷൻ, ക്ലിനിക്കൽ കേസസ് റിവ്യൂ, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റേഷൻസ് ആൻഡ് റെക്കോർഡ്സ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂസ്. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഏതൊക്കെ ടൈപ്പുകളാണ്? നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് പഠിച്ചല്ലേ. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓർമ്മയുണ്ടോ? എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? നഴ്സുമാര്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ അവരുടെ ആ പ്രകടനം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ്. വെരി ഗുഡ്, ഓർക്കുന്നുണ്ടല്ലേ? അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ക്ലിനിക്കൽ ഓഡിറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടൈപ്സിൽ പറയുന്നത് കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ഓർത്ത് വയ്ക്കാം. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കൺകറന്റ് ഓഡിറ്റ്, എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് ചോദിക്കാറുണ്ട്. രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്സ് എത്ര എണ്ണമാണ്, അവ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് കൺകറന്റ് ഓഡിറ്റ്, എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ചോദിക്കാറുണ്ട്. ഇനി ഫസ്റ്റ് വൺ ആണ് കൺകറന്റ് ഓഡിറ്റ്. എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? Care is assessed at the time it is take place. Take place എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സ്ക്രീനില് ഡിഫറെന്റ് ആണ്, അതാണ് ചോദിക്കുന്നത്. ടേക്ക് പ്ലേസ് തന്നെയല്ലേ നിങ്ങളുടെ PDF കൊടുത്തിരിക്കുന്നത്? ടേക്കൻ പ്ലേസ്. ഓക്കെ, ടേക്കൻ പ്ലേസ്. അപ്പൊ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ care is assessed at the time it is taken place. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരണം അത് നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, അദ്ദേഹത്തിന് പരിചരണങ്ങൾ കൊടുക്കുന്നു അല്ലെ, കെയർ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നു, അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആ പരിചരണം നടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മുടെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഫോം ഒക്കെ ഫിൽ ചെയ്ത് ക്യാഷ് നമ്മൾ ക്യൂ നിന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊക്കോളൂ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ചെയ്യൂ നമുക്ക് പറയാറുണ്ടോ? എന്താണ് വീട്ടിലേക്ക് നമ്മൾ പോയി അതിനുശേഷമാണോ അവര് റെക്കോർഡ് ചെയ്യുന്നത്?
ആണോ? അങ്ങനെയാണോ? നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോ തന്നെ ആണല്ലോ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അവരുടെ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം എങ്ങനെയാണ്? ആ സിസ്റ്റത്തിൽ അവര് നമ്മള് ക്യാഷ് കൊടുക്കുമ്പോ തന്നെ അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ആണ്. അപ്പൊ എന്താണ്? ആ ടൈമിലാണ് അവർ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്? രോഗിക്ക് നമ്മൾ പരിചരണം കൊടുക്കുന്നുണ്ടോ? ആ കൊടുക്കുന്ന സമയത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് കൺകറന്റ് ഓഡിറ്റ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്നു, പരിചരണം നടക്കുന്നു, പരിചരണം കൊടുക്കുന്നു, ആ സമയത്ത് ഇവാലുവേഷൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് here is rated after it has been completed through reports. എന്താ പറയുന്നത്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. നമ്മള് എന്താണ് കെയർ കൊടുത്ത ശേഷം, രോഗിക്ക് കെയർ കൊടുത്ത ശേഷം റെക്കോർഡുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് നമ്മൾ അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇപ്പോ ഇൻഷുറൻസ് ക്ലെയിമുകൾ, എന്താ ഇൻഷുറൻസ് കമ്പനീസില് നമുക്ക് ക്ലെയിം കിട്ടണം. അപ്പൊ എന്താണ്, അവർ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത അപ്പോൾ തന്നെ നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ അവിടെ എത്ര രൂപയാ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട് അല്ലെ, ബില്ലുകള് കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അവരത് നോക്കി പരിശോധിച്ച ശേഷം മാത്രമാണ് അല്ലെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോ റെക്കോർഡുകളും അല്ലെങ്കിൽ രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ കമ്പനിക്ക്. ഇല്ലേ, നമുക്കൊരു ഇൻഷുറൻസിന് ക്ലെയിം കിട്ടണം അല്ലെ. ഹോസ്പിറ്റലിൽ രോഗി അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് അല്ലെ, ക്ലെയിം ആണെങ്കിൽ നമ്മൾ അവിടെ എല്ലാ രേഖകളും നമ്മൾ അവിടെ ആ കമ്പനീസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? സബ്മിറ്റ് ആക്കി അപ്പൊ തന്നെ നമുക്ക് തരില്ല. അവർ നോക്കി പരിശോധിച്ച് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ക്ലെയിം നമുക്ക് അനുവദിച്ച് കിട്ടുന്നത്. അപ്പൊ എന്താണ്? രേഖകൾ അവിടെ പൂർത്തിയാക്കിയ രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം കിട്ടുന്നത്. ഓക്കെ, കെയർ കൊടുത്ത ശേഷം റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കി അത് പരിശോധിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. കറന്റ് ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രേഖകൾ മുഖേന അത് പൂർത്തിയാക്കി രേഖകൾ കംപ്ലീറ്റ് ആക്കി രേഖകൾ പരിശോധിച്ച ശേഷമാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻഷുറൻസ് ക്ലെയിമിന്റെ കാര്യം ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ ആ എക്സാമ്പിൾ പറഞ്ഞതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. മെത്തേഡ്സ് വായിച്ചു നോക്കാം, അതുപോലെ തന്നെ ടൈപ്സ് വായിക്കാം കേട്ടോ.
ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.